എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം തന്നല്ലോ. ഈ ദിവസം നിങ്ങൾ പോകുന്നിടത്തെല്ലാം അത്ഭുതങ്ങൾ നടക്കട്ടെ, അടഞ്ഞ വാതിലുകളെല്ലാം തുറന്നു വരട്ടെ. നമ്മൾ എന്ത് വിശ്വാസത്തോടെ പറയുന്നുവോ അതുപോലെ സംഭവിക്കും. അതുകൊണ്ട് ഒരുവൻ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് പോലെ സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മലയോട് പറഞ്ഞാൽ മല മാറും. അപ്പം താൻ വിശ്വസിക്കണം, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞാൽ അത് നടക്കും. ആ ഒരു ഉറപ്പില്ലാതെ പറയുന്നതുകൊണ്ടാണ് പല കാര്യവും നടക്കാത്തത്. അതുകൊണ്ട് വലിയ വിജയങ്ങൾ ഇന്നു മുതലുണ്ടാകാൻ കർത്താവ് വിശ്വാസം കൊണ്ട് നിങ്ങളെ നിറക്കട്ടെ. സ്മോൾ ഹാബിറ്റ്സ് ക്രിയേറ്റ് സക്സസ്. ചെറിയ ഹാബിറ്റുകൾ, വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ കാര്യങ്ങൾ ചെയ്താലും വലിയ വിജയങ്ങൾ കൊണ്ടുവരും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ജപ്പാൻകാരുടെ ജീവിത രീതിയിൽ നിന്ന് ചില കാര്യങ്ങൾ കേട്ടു. എനിക്ക് വളരെയധികം പ്രയോജനം ഉണ്ടായി. ഞാനത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന പല കാര്യങ്ങളാണ്. എന്നാൽ ഇത് കേട്ടപ്പോൾ എനിക്കത് പ്രയോജനമുണ്ടായി. ചർച്ചിലെ എൻ്റെ കൂടെയുള്ള ശുശ്രൂഷകന്മാർക്കും അത് ഞാൻ പറഞ്ഞു കൊടുത്തു. ഞങ്ങളത് ഒരുമിച്ച് പരിശീലിക്കാൻ തുടങ്ങി. അതായത് 3 മിനിറ്റ് കൊണ്ട്, ഒരു ചെറിയ ഒരു സമയമേ ഉള്ളൂ, 3 മിനിറ്റ്, പ്രത്യേകിച്ചൊന്നുമില്ല. മൊബൈൽ മണിക്കൂറുകൾ നോക്കിയിരിക്കുന്ന ഒരു ശീലം നമുക്കായിപ്പോയി. എന്നാൽ വെറും 3 മിനിറ്റ് കൊണ്ട് നമ്മുടെ വീടിനെ തന്നെ മാറ്റാൻ കഴിയുമെന്ന്. അതെന്താണ്? നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഒരു ഉദാഹരണം പറയാണ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യത്തെ 3 മിനിറ്റ് നമ്മൾ ആ ബെഡും ബെഡ്ഷീറ്റ് പില്ലോ എല്ലാം ഒന്ന് നേരെയാക്കാൻ വേണ്ടി സമയമെടുക്കുക. വെറും 1 മിനിറ്റ് മതിയാവും. പിന്നെയുണ്ട് സമയം. നമ്മൾ ബെഡ്റൂം വിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ബെഡ്റൂമിലെ കസേര കറക്റ്റായിട്ട് ഇടുക. പിന്നെ ആ ഫോണിൻ്റെ കേബിളൊക്കെ ഉണ്ടല്ലോ, ആ ചാർജിങ് കേബിളൊക്കെ അവിടെ ഇവിടെ കിടപ്പുണ്ട്, അതെല്ലാം കറക്റ്റായിട്ട് സ്ഥലത്ത് വെക്കുക. എല്ലാം ഓർഡറായിട്ട് വെക്കുക. വെറും 3 മിനിറ്റ് കൊണ്ട് നമ്മുടെ മുറി വൃത്തിയായിട്ട് വെക്കാം. താഴെ കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇടേണ്ടടുത്ത്, വേസ്റ്റ് ഇടുന്ന എടുത്തു കൊണ്ടുപോയി ഇടുക. അടുത്ത മുറിയിലോട്ട് നമ്മൾ കയറി, ഇല്ല പോട്ടെ, ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി മുഖം കഴുകി വരുമ്പോൾ ബാത്റൂമിൽ ഒരു 3 മിനിറ്റ് കൊണ്ട്, 3 മിനിറ്റിൻ്റെ ആവശ്യമില്ല, 1 മിനിറ്റിൻ്റെ ആവശ്യം വരികയുള്ളൂ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന്, ആ ടവലൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വിരിച്ചിടുക. ആ ബ്രഷും കാര്യങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ സ്ഥലത്ത് ഓർഡറായിട്ട് വെക്കുക. ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ആ വേസ്റ്റ് ബോക്സിലോട്ട് ഇടുക. ഡൈനിങ് ഏരിയയിലോട്ട് ചെല്ലുമ്പോഴും അവിടെ ഇരിക്കുന്നു, വാർത്തകൾ കേൾക്കുകയാണോ എന്താണോ പ്രാർത്ഥിക്കണം, ആ മുറി വിട്ടു പോകുമ്പോൾ അവിടെ ഒന്നെല്ലാം കസേരകളെല്ലാം ഒന്ന് ഓർഡറായിട്ട് ഇടുക. തലേ ദിവസം കുടിച്ച് ചായയുടെ കപ്പ് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി സിങ്കിലോട്ട് വെക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളും. ഏത് മുറിയിൽ കയറുന്നുവോ ആ മുറി വിട്ടു പോകുമ്പോൾ 3 മിനിറ്റ് ആ മുറിയെ ഓർഡറാക്കാനും ക്ലീനാക്കാനും സമയമെടുക്കുക. അങ്ങനെ ചെയ്താൽ നമ്മുടെ എല്ലാ മുറികളും വൃത്തിയായിരിക്കും, മനോഹരമായിരിക്കും. എല്ലാം പിന്നെ ആകട്ടെ എന്ന് പറയുന്നത് കുമിഞ്ഞു കൂടുമ്പോഴാണ്. എന്നിട്ട് നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിന് പോകും. അതിൻ്റെ വണ്ടിയും സൗകര്യമൊക്കെ ഉള്ളവരിപ്പോൾ അതൊരു ബിസിനസ്സാക്കി. എന്താണ്? മടിയരുടെ വീട്ടിൽ ഇത് നടക്കും. ജപ്പാനിൽ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആൾക്കാർക്ക് ജോലി കിട്ടൂല. കാരണം എല്ലാ വീടുകളിലും 3 മിനിറ്റ് കൊണ്ട് അവർ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് വീടുകൾ വളരെ വൃത്തിയാണ്. നമ്മുടെ വീട്, വാടക വീടാണെങ്കിലും വൃത്തിയായിട്ടിടുവാൻ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും, എവിടെയാണോ വായിച്ച പേപ്പറെല്ലാം ചുരുട്ടി ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ടീപ്പോയുടെ അടിയിൽ തള്ളിക്കയറ്റുക, അതെല്ലാം മാറ്റി എല്ലാം കെട്ടി വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുക. എല്ലാം 3 മിനിറ്റ്. ഏത് മുറി കയറുന്നുവോ അവിടെ ഒരു 3 മിനിറ്റ് നമ്മൾ സമയം ചിലവാക്കിയാൽ അടുത്ത ദിവസം 3 മിനിറ്റിൻ്റെ ആവശ്യം വരില്ല, 2 മിനിറ്റിൻ്റെ ആവശ്യം വരും, പിന്നീട് 1 മിനിറ്റിൻ്റെ ആവശ്യമേ വരുള്ളൂ. അങ്ങനെ ഇതൊരു ചെറിയ സമയം കൊണ്ട് നടത്തുന്ന ഒരു നല്ല സ്വഭാവമാണ്. നമ്മുടെ വീട് വൃത്തിയായിരിക്കും, നമ്മുടെ മുറ്റം വൃത്തിയായിരിക്കും, എല്ലാ നിലയിലും നമ്മുടെ വീടിനെ മനോഹരമാക്കാൻ കഴിയും. അപ്പോൾ ജപ്പാൻകാർ ചെയ്യുന്ന കാര്യം, അവരുടെ തിയറി ഇതാണ്: അഴുക്കായിട്ടല്ല ക്ലീൻ ചെയ്യേണ്ടത്, അഴുക്കാകുന്നതിന് മുമ്പ്
ക്ലീൻ ചെയ്യണം. വൃത്തികേടായിട്ടല്ല വൃത്തിയാക്കേണ്ടത്, വൃത്തികേടാകുന്നതിന് മുമ്പ് വൃത്തിയാക്കുക. ഈ ഒരു സിസ്റ്റത്തിലേക്ക് എന്തുകൊണ്ട് നമുക്ക് വന്നുകൂടാ? നമ്മുടെ വീട്, നമ്മുടെ അടുത്ത ജനറേഷൻ എല്ലാം ഇങ്ങനെയായി മാറട്ടെ. നമ്മുടെ നാട് ഇങ്ങനെയുള്ളവരുടെ ഒരു സമൂഹം ഉണ്ടായി വന്നാൽ നമ്മുടെ നാടും അനുഗ്രഹത്തിൻ്റെ നാടായി മാറും. യേശു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. റോമാലേഖനത്തിൽ 10-ാം അധ്യായം അതിൻ്റെ 3 നമ്മൾ വായിച്ചത്. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ആര്? യഹൂദന്മാർ. എൻ്റെ പിതൃ കുടുംബം, അവരെക്കുറിച്ച് എനിക്ക് ഭയങ്കര എരിവുണ്ട്. എനിക്ക് അവരെക്കുറിച്ച് പ്രാർത്ഥനയുണ്ട്. ഞാൻ അവരെ വളരെയധികം സ്നേഹിക്കുന്നു. ഇതൊക്കെയാണ് പൗലോസ് പറഞ്ഞു വരുന്നത്. 3 പറയുന്ന അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. 4-ാം വാക്യം, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. എൻ്റെ പൂർവികരോ എൻ്റെ കുടുംബക്കാരോ, അദ്ദേഹം പറയുകയാണ്, എൻ്റെ കുടുംബക്കാരെല്ലാം ന്യായപ്രമാണത്തിൻ്റെ അകത്ത് കിടക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാണ്. ന്യായപ്രമാണത്തിൽ തന്നെ ഒതുങ്ങിപ്പോകാതെ ന്യായപ്രമാണത്തിൽ നിന്ന് പുറത്തു വരണം. ന്യായപ്രമാണം പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ശാപത്തിൻ്റെ കീഴെയാണ്. എന്നാൽ യേശു ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ എൻ്റെ കുടുംബക്കാരെല്ലാം ന്യായപ്രമാണത്തിൽ നിന്ന് പുറത്തു വരും. ക്രിസ്തു സ്വതന്ത്രരാക്കിയാൽ അവർ സാക്ഷാൽ സ്വതന്ത്രരാണ്. എന്നാൽ ഇപ്പോൾ ന്യായപ്രമാണം ഒരു ലോയിൽ അവർ കിടക്കുകയാണ്. വളരെ ലോയായിട്ട് കിടക്കുകയാണ്. അവർ ഹൈ ലെവലിലേക്ക് വരണം. ലോയിൽ വളരെ ലോയായിട്ട് കിടക്കുകയാണ്. അവരെ ഹൈ ലെവലിലേക്ക് കൊണ്ടുവരാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാണ്. ന്യായപ്രമാണത്തിലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്നു. ന്യായപ്രമാണം ചെയ്യണം. ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കാൻ ഭൂമിയിൽ ഒരു മനുഷ്യനും കഴിയില്ല. അതുകൊണ്ടാണ് പാലും തേനും ഒഴുകുന്ന ദേശത്ത് ചെന്നിട്ടും അവർ അടിമകളായിപ്പോയി. ഇന്നവർ ഫറവോൻ അടിമയല്ല, ഇന്ന് അവർ രാജ്യത്തിൻ്റെ അടിമയല്ല, അവർക്ക് സ്വന്തം രാജ്യമായി. എന്നിട്ടും അവർ അടിമത്തത്തിലാണ്. ഏതടിമത്തം? പാപം ചെയ്യുന്നവനൊക്കെ അതിൻ്റെ ദാസനാണ്. അവർക്ക് സ്വയമായിട്ട് ന്യായപ്രമാണം വായിച്ച് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. വെള്ളത്തിൽ വീണ് കിടക്കുന്ന ഒരുത്തനെ അവൻ്റെ മുടിക്ക് തന്നെ പിടിച്ച്, എൻ്റെ തലയിലെ കാര്യം നിങ്ങൾ നോക്കരുത്, നിങ്ങളുടെ തലയിലോട്ട് നോക്കിയിട്ട് പറ. വെള്ളത്തിൽ വീണ് കിടക്കുന്ന ഒരു വ്യക്തിക്ക് സ്വന്തം മുടിയിൽ പിടിച്ച് മുകളിലോട്ട് ഉയർത്തി രക്ഷപ്പെടാൻ കഴിയില്ല. മുകളിലോട്ട് പിടിച്ച് ഉയർത്തുന്ന ഒരാളുടെ, ഒരു രക്ഷകന്റെ ആവശ്യമുണ്ട്. ഇവരിപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. സ്വന്തം കഴിവുകൊണ്ടും സ്വന്തം നീതി കൊണ്ടും സ്വന്തം അറിവുകൊണ്ടും ദൈവവചനം പഠിച്ച് അനുസരിക്കാൻ ഒരു പരിശ്രമം നടത്തി മോശയുൾപ്പെടെ പരാജയപ്പെട്ടു പോയ ഒരു കാര്യമാണ് ന്യായപ്രമാണത്തിൽ. സകലത് അനുസരിച്ച് നടന്നാൽ ഭൂമിയിൽ സകല ജാതികളെക്കാൾ ഉന്നതനാകും, വാലല്ല തലയാകും, തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടും. എന്നിട്ട് അനുഗ്രഹമാണ് അവർക്കുണ്ടായത്. ശാപത്തിൻ്റെ കീഴെ വിഗ്രഹാരാധികളായി, എല്ലാം തകർന്നു പോയി. ദാവീദിന് ശേഷം ശലോമോൻ വന്നു, ശലോമോൻ തെറ്റിപ്പോയി, വിഗ്രഹാരാധിയായി. പിന്നീട് ഇസ്രായേൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു, ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു. വീണ്ടും ഉണ്ടാക്കിയ ദേവാലയം യേശുവിൻ്റെ കാലത്ത് യേശു പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകും. ഇസ്രായേലിയരാണവർ, നീതിയുള്ളവരാണ്. എന്നിട്ട് എന്തുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്തത്? അതിൻ്റെ കാരണം സ്വന്തം കഴിവുകൊണ്ട് വിജയിക്കാൻ നോക്കി. നമുക്കൊരു രക്ഷകൻ ആവശ്യമാണ്. ഈ ജിംനേഷ്യത്തിൽ പലരും പോയി ചേരും. എന്താണ്? എല്ലാവരും ജിമ്മിൽ പോയി ആരോഗ്യമുള്ളവരാകുന്നു. ജിമ്മിൽ പോയി കൈയും കാലും ഉളുക്കി ജീവിതകാലം മുഴുവൻ വയ്യാതെ പോയവരെ എനിക്കറിയാം. കാരണം എന്താണ്? അവിടെ ഒരു നല്ല ട്രെയിനർ ഇല്ലാതെ പോയി. ജിമ്മിൽ പോകുന്നവർക്കൊരു ട്രെയിനർ വേണം.
എല്ലാ വേൾഡ് കപ്പ് നടക്കുമ്പോഴും നമ്മൾ കണ്ടു എല്ലാറ്റിനും ഒരു കോച്ചുണ്ട്. എല്ലാ വ്യക്തികൾക്കും അവരെ ട്രെയിൻ ചെയ്യാൻ ആളുണ്ട്. ഇത്രയും വലിയ ആൾക്കാർ എന്നെ ആരും പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? മെസ്സി പറയാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ പറയാണ്, എന്നെ ആരും ഒന്നും പറഞ്ഞൊന്നും തരണ്ട, എനിക്കെല്ലാം അറിയാം. ഇതാണ് യഹൂദന്മാർ. ഇവർ പറയണ ആരും എന്നെ പഠിപ്പിക്കേണ്ട, ഞങ്ങൾക്ക് ന്യായപ്രമാണം കൊച്ചുനാൾ മുതലേ അറിയാം. ഞാൻ ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവനാണ്. ഇത് തന്നെ പറയുന്ന പലരുമുണ്ട്. അക്ഷരം കൊല്ലുന്നു, ആത്മാവെ ജീവിപ്പിക്കുള്ളൂ. ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിച്ചതാണ്, ഞങ്ങൾക്ക് ബൈബിൾ കൊച്ചുനാൾ മുതൽ അറിയാം, ഞങ്ങളുടെ അപ്പൻ്റെ കാലം മുതൽ ഞങ്ങൾ വിശ്വാസത്തിലാണ്. 5 കാശിന് ഗുണമില്ല. കുടുംബമായിട്ട് വിശ്വാസത്തിൽ വന്നെന്ന് കരുതി നമ്മൾ വിശ്വാസിയാകില്ല. വിശ്വാസിയാകണമെങ്കിൽ യേശു ക്രിസ്തു നമ്മെ സഹായിക്കണം. നമ്മുടെ ഓരോ വഴികളിലും കർത്താവ് വേണം. 100 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു വ്യക്തി 99 വയസ്സ് വരെയും കർത്താവിന് വേണ്ടി ജീവിച്ചാൽ പോരാ. മരിക്കുന്നത് വരെ ഓരോ വാക്കുകളും കർത്താവിൽ ആശ്രയിക്കണം. അതുകൊണ്ടാണ് യേശുവിനെ നമ്മുടെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവിനെ വേണ്ടെന്നല്ല, നമുക്ക് അടുത്ത ചുവട് അറിഞ്ഞുകൂടെന്നേ. നാളെ എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് കർത്താവില്ലാതെ പറ്റില്ല. എനിക്കിപ്പോൾ പണമുണ്ട്, കർത്താവില്ലേലും കുഴപ്പമില്ല. ആര് പറഞ്ഞു? കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരാശ്രയബോധം നമുക്കുണ്ടാകണം. ഇവരുടെ പ്രശ്നം, ഇവർ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് വിജയിക്കാൻ നോക്കുന്നവരാണ്. അതാണ് ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്നു. എന്നിട്ട് ആരെങ്കിലും ജീവിച്ചോ? എല്ലാവരും പാപത്തിൻ്റെ കീഴെയായി. ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. അപ്പോൾ തന്നെ സക്കരിയ പുരോഹിതൻ്റെ കുടുംബം പോലെ, എലിസബത്ത് സക്കരിയ പോലെ ദൈവത്തിൻ്റെ എല്ലാ വഴികളിലും നീതിയോടെ നടന്നവരുമുണ്ട്. എന്നാൽ വിശ്വാസത്തിൽ അവരൊക്കെ ദൈവദൂതൻ സക്കരിയാവിൻ്റെ വാവരെ അടച്ചു കളഞ്ഞു. ഇവരെല്ലാം നീതിയിൽ നടക്കാൻ നോക്കുന്നുണ്ട്, എന്നാൽ വിശ്വാസത്താൽ നടക്കാൻ അറിയില്ല. നടന്നവരില്ലെന്നല്ല, ന്യായപ്രമാണം വരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ വഴിയിൽ നടന്ന നോഹയെ നമുക്ക് കാണാം. ന്യായപ്രമാണം വരുന്നതിന് മുമ്പ് ദൈവത്തോടുകൂടെ 300 വർഷം നടന്ന ഹാനോക്കിൻ്റെ ചരിത്രം ഉൽപ്പത്തി 5 നമുക്കറിയാം. അബ്രഹാം ഒക്കെ ദൈവത്തിൻ്റെ കൂടെ നടന്നു. അത് ന്യായപ്രമാണം വരുന്നതിന് മുമ്പ് വിശ്വാസത്താൽ നടന്നതാണ്. ഇതിൽ നിന്ന് മനസ്സിലായത് ന്യായപ്രമാണമല്ല നമ്മെ നടത്തുന്നത്, വിശ്വാസമാണ് നമ്മളെ നടത്തുന്നത്. ന്യായപ്രമാണത്തിന് മുമ്പുള്ളവർ നടന്നില്ലേ? ന്യായപ്രമാണത്തിന് മുൻപ് അവർ ദൈവത്തിൽ ആശ്രയിച്ച് വിജയിച്ചില്ലേ? അതുകൊണ്ട് ദൈവം പറയണം, ഞാൻ അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം എന്നാണ് പറയുന്നത്. വിശ്വാസത്തിൽ നടന്നവരുടെ പിതാവ്. ന്യായപ്രമാണത്തിൽ നടന്നവരെ ദൈവം അതുപോലെ പ്രശംസിച്ചില്ല. അപ്പോൾ നിയമങ്ങൾ അതിലൂടെ നടക്കാൻ നോക്കിയവർ തോറ്റുപോയി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇതെൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകും. പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ന്യായപ്രമാണം പറയുന്ന ആചരിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഏതു വേണം നിങ്ങൾ തീരുമാനിക്കും. ആചരിച്ചവർ അതിലെത്തിയില്ല, എന്നാൽ വിശ്വസിച്ചവർ ജയാളികളായി. പൗലോസ് ആചരിച്ചു നോക്കി, പരീശനായി, നിഷ്ഠൂരനായി, ഉപദ്രവിയായി, പാപികളിൽ ഒന്നാമനായി. എന്നാൽ വിശ്വസിച്ചപ്പോൾ അവൻ അപ്പോസ്തലന്മാരിൽ അതിശ്രേഷ്ഠനായി. ഏതാണ് വലുത്? ന്യായപ്രമാണം അനുസരിക്കാൻ നോക്കണമോ, അല്ല കർത്താവിനെ വിശ്വസിക്കാൻ നോക്കണം? ഏറ്റവും എളുപ്പം അവിശ്വാസികളായ ജാതികളിൽ നിന്ന് വന്ന നമുക്കൊക്കെ ഏറ്റവും എളുപ്പം കർത്താവിനെ അങ്ങോട്ട് വിശ്വസിക്കുക. ഒറ്റ കാര്യം, യേശുവിനെ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കും. ബൈബിൾ മുഴുവൻ പഠിച്ചിട്ടൊന്നും നമുക്ക് രക്ഷപ്പെടാനൊന്നും കഴിയില്ല. എന്നാൽ കർത്താവിനെ വിശ്വസിക്കുന്ന ആ നിമിഷം നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. കർത്താവിനെ വിശ്വസിക്കുമ്പോൾ വേറെ ഒന്നും അറിയില്ല, യേശു രക്ഷകനാണ്. യേശുവേ എന്നെ ഓർക്കണേ, തീർന്നു. ഒറ്റ വാക്കുകൊണ്ട് ജീവിതം മാറി മറിയും. ബൈബിള് മൊത്തം 66 പുസ്തകം മുഴുവൻ പഠിച്ച് 15-20 കൊല്ലം കൊണ്ട് പഠിച്ചാലും രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് അക്ഷരം കൊല്ലും, ആത്മാവെ ജീവിപ്പിക്കും.
അതുകൊണ്ട് കർത്താവ് ആത്മാവാണ്. കർത്താവിൽ വിശ്വസിക്കുക. ബൈബിളിലെ ഈ സത്യങ്ങൾ, റോമാലേഖനം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് എന്ത് ലളിതമാണ് ഓരോ വാക്യങ്ങളിലും അർത്ഥങ്ങൾ. നിങ്ങളിതുപോലെ റോമാലേഖനം കേട്ടിട്ടുണ്ടോ? ഞാൻ പോലും കേട്ടിട്ടില്ല. പറയുമ്പോഴാണ് ഓരോന്ന കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇനി അടുത്ത പ്രാവശ്യം റോമാലേഖനം ചില വർഷങ്ങൾക്ക് ശേഷം റോമാലേഖനത്തിലോട്ട് വരുമ്പോൾ ഇതിനേക്കാൾ വ്യത്യസ്തമായിരിക്കും. കാരണം എല്ലാ തിരുവെഴുത്തും ദൈവത്തിൻ്റെ ശ്വാസമാണ്. ബൈബിളിൽ ഒരു വാക്യവും കളയാനില്ല. എല്ലാം ഉൽപ്പത്തിയിൽ നിന്നും പുറപ്പാടിൽ നിന്നും എല്ലാം ഇതുപോലെ നമുക്ക് പറയാൻ പറ്റും. എല്ലാറ്റിലും ജീവനുണ്ട്, സമൃദ്ധിയായ ജീവനുണ്ട്. യേശുവിൽ വിശ്വസിച്ച് നമുക്കെല്ലാവർക്കും വിജയം കൈവരിക്കാം. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ വചനം കേട്ട എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവിലുള്ള വിശ്വാസത്താലുള്ള ഉയർച്ചകളും അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും ഉണ്ടാകണം. കണ്ണും പൂട്ടി കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുവാൻ ഇത് കേൾക്കുന്ന എല്ലാവർക്കും കൃപ കൊടുക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ ചെറിയ സന്ദേശങ്ങൾ, കൊച്ചു പ്രാർത്ഥനകൾ, വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കർത്താവ് തരും. ഒരുമിച്ച് വിശ്വസിക്കാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. ഇഷ്ടം